ആക്ച്വലി ഇപ്പോൾ മായനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു പൂജ ഫംഗ്ഷൻ ആയിരുന്നാണ്. പക്ഷെ ഇത് എന്താ പറയുക, ഒരു ചെറുപ്പത്തിലേ മുതൽ ലാലേട്ടൻ ഫാനായിട്ട് വളർന്ന ഒരു ആള്, ആഗ്രഹിച്ച ഒരു ഡയറക്ടറായിട്ട് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവസരമാണ് ലാലേട്ടൻ്റെ ഫാമിലിയിലെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാന്നുള്ളത്. ഞാനിപ്പോൾ അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ ഫാമിലിയുടെ കൂടെ. പ്രത്യേകിച്ച് എനിക്ക് മായയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാണുന്ന മായ എന്ന് പറയുന്നത് വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഭയങ്കര ശാന്ത സ്വഭാവം, ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അങ്ങനത്തെ ഒരാളെ ആദ്യ സിനിമ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു ഇതായിട്ട് തോന്നുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അയാളുടെ ആദ്യത്തെ സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്ന് പഠിക്കാൻ പറ്റും. നമ്മൾ സിനിമയുടെ യാതൊരു മായയില്ലാതെ വരുന്ന ഒരു മായയാണ് ഈ മായ. അപ്പൊ അതുകൊണ്ട് അത്ര സന്തോഷം എനിക്കുണ്ട്. എന്താ പറയാ, എല്ലാവരോടും പറയാനുള്ളത് ഇതൊരു ചെറിയ കുടുംബ ചിത്രമാണ്. അതുകൊണ്ട് ഞങ്ങളിത് വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാനാണ് ആഗ്രഹം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. അനന്യ ചേട്ടനും ചേച്ചി ശരിക്കും നല്ല ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇതിന്റെ പല കാര്യങ്ങളും. ഈ പടം എഴുതിയിരിക്കുന്നത് ലിനീഷ് ബാലയും അഖിൽ കൃഷ്ണ എന്ന 2 പേരും കൂടി ഉണ്ട്, അവരുടെ ഉണ്ട്. അവരുടെ കൂടെ ഞാനും ചേച്ചിയും ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന്, കാരണം ഇത് ഓരോ പ്രാവശ്യവും നമ്മൾ മിനുക്കി എല്ലാവർക്കും ഇഷ്ടാവണം എന്ന പ്ലാനിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ക്രൂഷ്യൽ പല കാര്യങ്ങളും അനന്യചേട്ടൻ്റെയാണ് ഒരു മെയിൻ റൂട്ട് ഈ വഴി വന്നത്. പിന്നെ ഞാൻ തന്നെയാണ് അനന്യചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇതിനകത്തൊരു കഥാപാത്രമുണ്ട്, അത് ഞാൻ ആശിഷിനെ കൊണ്ട് ചെയ്യിച്ചോട്ടെ എന്ന് ചോദിച്ചത്. കാരണം എനിക്ക് ആശിഷിനെ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ക്യാരക്ടറിന് ആപ്റ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അനന്യചേട്ടനെ സന്തോഷത്തോടെ പറയുകയും ചെയ്തു. അങ്ങനെ എല്ലാം ഏതാണ്ട് കൊത്തുവരുന്നു.